അമേരിക്കയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനിക്കുണ്ടായ അനുഭവമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പ്രിയ സക്സേന എന്ന ഇന്ത്യൻ പെൺകുട്ടി സൗത്ത് ഡാക്കോട്ട സ്കൂൾ ഓഫ് മൈൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കുന്നു. നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് എഞ്ചിനീയറിംഗിൽ 2 ബിരുദങ്ങൾ നേടി. എന്നാൽ അമേരിക്കയിലെ അവളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അമേരിക്കൻ സർക്കാർ അവളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. 4 വർഷം മുമ്പ് സംഭവിച്ച ഒരു ചെറിയ കാര്യമാണ് ഇതിന് കാരണമായത്. പ്രിയ മഞ്ഞ ലൈറ്റ് കണ്ട് വണ്ടി നിർത്തിയില്ല. ഇതൊരു വലിയ ഗതാഗത പ്രശ്നമൊന്നുമല്ലെങ്കിലും ക്രിസ്റ്റീൻ നോമിൻ്റെ നേതൃത്വത്തിലുള്ള US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രിയയെ നാട് കടത്താൻ തീരുമാനിക്കുകയായിരുന്നു. 2027 വരെ പ്രിയയ്ക്ക് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടായിരുന്നിട്ടും അവരെ നാട് കടത്താൻ ശ്രമിച്ചു. ചെറിയ തെറ്റുകൾക്ക് പോലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടുള്ള നോമിൻ്റെ വകുപ്പിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. പ്രിയയുടെ അവസ്ഥ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇത് അറിഞ്ഞതോടെ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തങ്ങളെയും നാട്ടിലേക്ക് തിരിച്ചയക്കുമോ എന്ന് മറ്റ് പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഭയന്നു. എന്നാൽ പ്രിയ പോരാടാൻ തന്നെ തീരുമാനിച്ചു. ക്രിസ്റ്റീൻ നോമിനെതിരെയും സർക്കാർ വകുപ്പിനെതിരെയും അവൾ നിയമ നടപടി സ്വീകരിച്ചു. ട്രാഫിക് ടിക്കറ്റ് നാടുകടത്താനുള്ള കാരണമല്ലെന്ന് അവൾ കോടതിയിൽ വാദിച്ചു. വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ടിക്കറ്റിനെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചുവെന്നും അവൾ പറഞ്ഞു. പ്രിയയുടെ നിയമപോരാട്ടത്തിൽ താൽക്കാലികമായി അവൾ വിജയിച്ചു. സർക്കാരിന് തൽക്കാലം അവളെ നാടുകടത്താൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. ഈ താൽക്കാലിക വിജയം കാരണം പ്രിയയ്ക്ക് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ബിരുദദാന ചടങ്ങിൽ പ്രിയ വേദിയിലേക്ക് നടന്നത് വലിയ കരഘോഷത്തോടെയായിരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും കൂടുതൽ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ക്രിസ്റ്റീനോമും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ക്രിസ്റ്റീനോമിന് ഡക്കോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഒരു ഹോണററി ഡോക്ടറേറ്റ് നൽകുന്ന ചടങ്ങും അവിടെ നടക്കുകയായിരുന്നു. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ക്രിസ്റ്റീനോം ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അവർ അവിടെ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്. നോമിന് ഹോണററി ഡോക്ടറേറ്റ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു വോട്ടെടുപ്പ് നടത്തി. നോമിൻ്റെ DHS അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനാൽ ഇത് രാഷ്ട്രീയപരമായ നീക്കമാണെന്നും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ഇത് കൂടുതൽ വിഷമിപ്പിക്കുമെന്നും പറഞ്ഞ് വിദ്യാർത്ഥി സെനറ്റും ജനറൽ ഫാക്കൽറ്റിയും ഇതിനെ എതിർത്തു. എന്നാൽ നോം ഇപ്പോഴും സൗത്ത് ഡക്കോട്ടയുടെ ഗവർണറാണെന്നും അവർ യൂണിവേഴ്സിറ്റിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അതിനാൽ ഹോണററി ഡോക്ടറേറ്റ് നൽകാൻ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയും ചെയ്തു. പ്രിയ സക്സേനയ്ക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്ന അതേ വേദിയിൽ തന്നെയായിരുന്നു ഇതും സംഭവിച്ചത്. പ്രിയയുടെ ബിരുദാനന്തര ചടങ്ങ് ഒരു അൾട്ടിമേറ്റ് റിവെഞ്ച് തന്നെയായിരുന്നു. കരഘോഷങ്ങളോടെയും ആർപ്പുവിളികളോടെയുമാണ് പ്രിയ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ക്രിസ്റ്റീനോവിന് അവിടെ പ്രിയയെപ്പോലെ കയ്യടികൾ ലഭിച്ചില്ല. അതുമാത്രമല്ല, അവർക്ക് പ്രതിഷേധം നേരിടേണ്ടിയും വന്നു. ഒരു ട്രാഫിക് നിയമം തെറ്റിച്ചതിന് ഒരു വിദ്യാർത്ഥിനിയെ നാടുകടത്താൻ ശ്രമിക്കുന്നത് നീതിയല്ല, നോമിന് ആദരവില്ല എന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞ് അവരുടെ പ്രതിഷേധത്തിൻ്റെ ആഴം കാണിക്കുന്നു. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അവരെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുന്നത് ശരിയല്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നു. ഈ സംഭവം ഒരു പാഠമാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സഹായിക്കുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസവും നൽകുകയും ചെയ്യണം. അവരുടെ കഴിവുകൾ അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കണം. അമേരിക്കൻ ഭരണകൂടം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് നല്ലൊരു ഭാവി നൽകുകയും വേണം എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്.